ആകാശവാണി നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് ലിഖിത വിജയൻ. പ്രധാന വാർത്തകൾ. പാർലമെന്റ് ആക്രമണത്തെ ചെറുക്കാൻ ജീവത്യാഗം ചെയ്ത ധീര സൈനികർക്കും ഉദ്യോഗസ്ഥർക്കും ശ്രദ്ധാഞ്ജലി അർപ്പിച്ച് രാഷ്ട്ര നേതാക്കൾ. തീവ്രവാദം ജനാധിപത്യത്തിനും വ്യക്തി സ്വാതന്ത്ര്യത്തിനും ആഗോള സാമ്പത്തിക മുന്നേറ്റത്തിനും ഗുരുതര ഭീഷണിയാണെന്ന് ഉപരാഷ്ട്രപതി എം വെങ്കയ്യ നായിഡു. പൊതുബജറ്റിന് മുന്നോടിയായുള്ള ചർച്ചകൾക്ക് കേന്ദ്ര ധനമന്ത്രി നിർമ്മല സീതാരാമൻ നാളെ ഡൽഹിയിൽ തുടക്കം കുറിക്കും. രാജ്യത്ത് കോവിഡ് മുക്തി നിരക്ക് 95%. കേരളത്തിൽ ഇന്ന് 4698 പേർക്ക് കോവിഡ് സ്ഥിരീകരിച്ചു. 5258 പേർക്ക് രോഗമുക്തി. കേരളത്തിലെ തദ്ദേശ തെരഞ്ഞെടുപ്പ് അവസാനഘട്ടം നാളെ. 4 ജില്ലകളിൽ വോട്ടെടുപ്പ്. ഒരുക്കങ്ങൾ പൂർത്തിയായി. വാർത്തകൾ വിശദമായി. 2001 പാർലമെന്റ് ഭീകരാക്രമണത്തിൽ ജീവത്യാഗം വരിച്ചവർക്ക് രാഷ്ട്രപതി, ഉപരാഷ്ട്രപതി, പ്രധാനമന്ത്രി, ലോക്സഭാ സ്പീക്കർ എന്നിവർ ശ്രദ്ധാഞ്ജലി അർപ്പിച്ചു. വിശദാംശങ്ങളുമായി കരോൾ എബ്രഹാം. 2001 ഇതേ ദിവസമാണ് 5 ആയുധധാരികളായ ഭീകരവാദികൾ പാർലമെന്റ് സമുച്ചയത്തിൽ കടന്ന് വെടിവയ്പ് നടത്തിയത്. അരമണിക്കൂറോളം നീണ്ട ആക്രമണത്തെ ചെറുക്കുന്നതിനിടെ പാർലമെന്റ് സുരക്ഷാ സേവന വിഭാഗത്തിലെ 2 അംഗങ്ങളും 5 ഡൽഹി പോലീസ് സേനാംഗങ്ങളും ഒരു CRPF വനിതാ കോൺസ്റ്റബിളും വീരമൃത്യു വരിച്ചിരുന്നു. പാർലമെന്റിനെ സംരക്ഷിക്കാനായി ജീവൻ ബലികഴിച്ചവരെ രാജ്യം നന്ദിയോടെ സ്മരിക്കുന്നതായി രാഷ്ട്രപതി രാംനാഥ് കോവിന്ദ് അഭിപ്രായപ്പെട്ടു. ഭീകരവാദ പ്രവർത്തനങ്ങളെ ശക്തമായി പ്രതിരോധിക്കാനുള്ള നടപടികൾ രാജ്യം തുടർന്നു വരുന്നതായും അദ്ദേഹം ചൂണ്ടിക്കാട്ടി. ജനാധിപത്യത്തിന്റെ ഏറ്റവും വലിയ വെല്ലുവിളിയാണ് ഭീകരവാദം എന്നതിന്റെ ഓർമ്മപ്പെടുത്തലാണ് ഈ ദിവസമെന്ന് ഉപരാഷ്ട്രപതി എം വെങ്കയ്യ നായിഡു ചൂണ്ടിക്കാട്ടി. 2001 പാർലമെന്റിലുണ്ടായ ഭീകരാക്രമണത്തെ ഭാരതീയർ മറക്കില്ലെന്നും രാഷ്ട്രത്തിനായി ജീവത്യാഗം ചെയ്ത ധീരാത്മാക്കളോട് ഇന്ത്യ എന്നും കടപ്പെട്ടിരിക്കുന്നതായും പ്രധാനമന്ത്രി വ്യക്തമാക്കി. പാർലമെന്റ് മന്ദിര പരിസരത്ത് നടന്ന പ്രത്യേക അനുസ്മരണ പരിപാടികളിൽ ഉപരാഷ്ട്രപതി എം വെങ്കയ്യ നായിഡു, പ്രധാനമന്ത്രി നരേന്ദ്രമോദി, ലോക്സഭാ സ്പീക്കർ ഓം ബിർള, ആഭ്യന്തരമന്ത്രി അമിത്ഷാ, പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗ്, രാജ്യസഭയിലെ പ്രതിപക്ഷ നേതാവ് ഗുലാം നബി ആസാദ് തുടങ്ങിയവർ പങ്കെടുത്തു. ന്യൂസ് ഡെസ്ക് ആകാശവാണി. തീവ്രവാദം ജനാധിപത്യത്തിനും വ്യക്തി സ്വാതന്ത്ര്യത്തിനും ആഗോള സാമ്പത്തിക മുന്നേറ്റത്തിനും ഗുരുതര ഭീഷണിയാണെന്ന് ഉപരാഷ്ട്രപതി എം വെങ്കയ്യ നായിഡു. തീവ്രവാദത്തിനെതിരായ ഇന്ത്യയുടെ നിലപാടിന് ലോകരാഷ്ട്രങ്ങളുടെ അംഗീകാരം ലഭിച്ചതായും ഉപരാഷ്ട്രപതി പറഞ്ഞു. ഐക്യരാഷ്ട്ര സംഘടനയുടെ തീവ്രവാദ വിരുദ്ധ കൺവെൻഷന്റെ നയപ്രകാരമുള്ള നിലപാടാണ് ഇന്ത്യയും സ്വീകരിച്ചതെന്നും അദ്ദേഹം വ്യക്തമാക്കി. പൊതുബജറ്റിന് മുന്നോടിയായുള്ള ചർച്ചകൾക്ക് കേന്ദ്ര ധനമന്ത്രി നിർമ്മല സീതാരാമൻ നാളെ ന്യൂഡൽഹിയിൽ തുടക്കമിടും. 2021-22 കേന്ദ്ര ബജറ്റുമായി ബന്ധപ്പെട്ട ചർച്ചയും അഭിപ്രായ രൂപീകരണവുമാണ് ലക്ഷ്യമിടുന്നത്. നാളെ രാവിലെയും ഉച്ചയ്ക്ക് ശേഷവുമായി രാജ്യത്തെ മുൻനിര വ്യവസായികളുമായി ധനമന്ത്രി തന്റെ ബജറ്റ് കൂടിയാലോചനകൾ നടത്തുമെന്ന് ധനമന്ത്രാലയം അറിയിച്ചു. രാജ്യത്ത് കോവിഡ് മുക്തി നിരക്ക് 95%. 33,000-ഓളം കോവിഡ് രോഗികൾ സുഖം പ്രാപിച്ചതോടെ രോഗമുക്തി നിരക്ക് 94.93% ഉയർന്നു. ആകെ രോഗമുക്തരുടെ എണ്ണം 93,57,000 കടന്നു. നിലവിൽ 3,56,000 പേർ മാത്രമാണ് രാജ്യത്ത് കോവിഡ് ചികിത്സയിലുള്ളത്. ഒടുവിൽ 391 കോവിഡ് മരണങ്ങളാണ് റിപ്പോർട്ട് ചെയ്തത്. കേരളത്തിൽ ഇന്ന് 4,698 പേർക്ക് കോവിഡ് സ്ഥിരീകരിച്ചതായി ആരോഗ്യവകുപ്പ് മന്ത്രി കെ ശൈലജ അറിയിച്ചു. 5,258 പേർ രോഗമുക്തി നേടി. കഴിഞ്ഞ 24 മണിക്കൂറിനിടെ 46,375 സാമ്പിളുകൾ പരിശോധിച്ചു. ടെസ്റ്റ് പോസിറ്റിവിറ്റി നിരക്ക് 10.13%. കഴിഞ്ഞ ദിവസങ്ങളിലുണ്ടായ 29 മരണങ്ങളാണ് കോവിഡ് മൂലമാണെന്ന് ഇന്ന് സ്ഥിരീകരിച്ചത്. ഇതോടെ ആകെ മരണം 2,623 ആയി. 59,438 പേരാണ് ഇപ്പോൾ ചികിത്സയിലുള്ളത്. ലോകത്ത് ഇതുവരെ കോവിഡ് സ്ഥിരീകരിച്ചവരുടെ എണ്ണം 7,22,00,000 ഇതിൽ 5 കോടിയിലധികം ആളുകൾ രോഗമുക്തി നേടി. 16 ലക്ഷം പേരാണ് രോഗബാധയെ തുടർന്ന് മരിച്ചത്. 2 കോടിയോളം പേർ ലോകത്താകമാനം ചികിത്സയിൽ കഴിയുന്നുണ്ട്. ബീഹാറിൽ കോവിഡ് വാക്സിൻ വിതരണവുമായി ബന്ധപ്പെട്ട മുന്നൊരുക്കങ്ങൾ കേന്ദ്ര ആരോഗ്യ കുടുംബക്ഷേമ സഹമന്ത്രി അശ്വിനി കുമാർ ചൌബെ വിലയിരുത്തി. സംസ്ഥാനത്ത് ആദ്യഘട്ടത്തിൽ 7 ലക്ഷം ഡോസ് കോവിഡ് വാക്സിൻ ലഭ്യമാക്കുമെന്ന് അദ്ദേഹം അറിയിച്ചു. രണ്ടാം ഘട്ടത്തിൽ 1 കോടി ഡോസ് വാക്സിനും എത്തിക്കും. ബീഹാറിലെ വാക്സിനേഷൻ വിതരണ സംഭരണ നടപടികളിൽ മന്ത്രി സംതൃപ്തി രേഖപ്പെടുത്തി. അമേരിക്കയിൽ നാളെ മുതൽ പൊതുജനങ്ങൾക്ക് കോവിഡ് വാക്സിൻ നൽകി തുടങ്ങും. US,
ഫുഡ് ആന്റ് ഡ്രഗ് അഡ്മിനിസ്ട്രേഷൻ ഇത് സംബന്ധിച്ച് അനുമതി നൽകിയതിനെ തുടർന്നാണ് നടപടി. വാക്സിന്റെ ആദ്യ 3 ദശലക്ഷം ഡോസുകൾ ഈ ആഴ്ച തന്നെ എല്ലാ സംസ്ഥാനങ്ങളിലും എത്തിക്കുമെന്ന് വിതരണ മേൽനോട്ടം വഹിക്കുന്ന ജനറൽ ഗുസ്താവ് പെർന അറിയിച്ചു. 3 ലക്ഷത്തോളം പേരാണ് കോവിഡ് മൂലം അമേരിക്കയിൽ ഇതുവരെ മരിച്ചത്. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്. കൊറോണ ആശങ്കയല്ല, ജാഗ്രതയാണ് വേണ്ടത്. കേന്ദ്ര ആരോഗ്യ മന്ത്രാലയം പുറപ്പെടുവിക്കുന്ന നിർദ്ദേശങ്ങൾ. ജനങ്ങൾ കൂട്ടം കൂടുന്നത് ഒഴിവാക്കുക. ഇടയ്ക്കിടെ കൈകൾ സോപ്പും വെള്ളവും ഉപയോഗിച്ചോ സാനിറ്റൈസർ ഉപയോഗിച്ചോ വൃത്തിയാക്കുക. നിർബന്ധമായും മാസ്ക് ധരിക്കുക. പനിയോ ചുമയോ ശ്വാസതടസ്സമോ തുടരുന്ന സാഹചര്യത്തിൽ വൈദ്യസഹായം തേടുക. കൊറോണയെ സംബന്ധിച്ച വിവരങ്ങൾക്ക് ആരോഗ്യ മന്ത്രാലയത്തിന്റെ 1075-ലും ദിശയുടെ 1056-ലും ബന്ധപ്പെടാം. കേരളത്തിലെ തദ്ദേശ ഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പിന്റെ അവസാനഘട്ടം നാളെ. ഒരുക്കങ്ങൾ പൂർത്തിയായതായി സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷൻ. മലപ്പുറം, കോഴിക്കോട്, കണ്ണൂർ, കാസർകോട് ജില്ലകളിലെ 354 തദ്ദേശ സ്ഥാപനങ്ങളിൽ 6867 വാർഡുകളിലാണ് നാളെ വോട്ടെടുപ്പ്. ഇതോടെ തദ്ദേശ തെരഞ്ഞെടുപ്പിനുള്ള വോട്ടെടുപ്പ് പ്രക്രിയ പൂർത്തിയാകും. ഈ മാസം 16-നാണ് വോട്ടെണ്ണൽ. ഫലം കൃത്യമായി അറിയിക്കാൻ സംവിധാനം സജ്ജമാക്കി. വോട്ടെണ്ണൽ പുരോഗതി തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ട്രെൻഡ് സോഫ്റ്റ്വെയറിൽ തത്സമയം അപ്ലോഡ് ചെയ്യും. കേരളത്തിൽ നാളെ നടക്കുന്ന അവസാനഘട്ട തദ്ദേശ തെരഞ്ഞെടുപ്പിന് മതിയായ സുരക്ഷ ഒരുക്കിയതായി സംസ്ഥാന പോലീസ് മേധാവി അറിയിച്ചു. 20,603 പോലീസ് ഉദ്യോഗസ്ഥരെ ഇതിനായി നിയോഗിച്ചിട്ടുണ്ട്. പ്രശ്നബാധിത ബൂത്തുകളിൽ പ്രത്യേക നിരീക്ഷണവും പട്രോളിംഗും ഏർപ്പെടുത്തിയിട്ടുണ്ട്. ഇന്നലെ അന്തരിച്ച പ്രമുഖ സാഹിത്യകാരൻ UA ഖാദറിന് സാംസ്കാരിക കേരളം വിട നൽകി. ഉച്ചകഴിഞ്ഞ് തിക്കോടിയിലെ ജുമാ മസ്ജിദ് ഖബറിസ്ഥാനിൽ ഔദ്യോഗിക ബഹുമതികളോടെ ഖബറടക്കം നടന്നു. പ്രമുഖ കൃഷി ശാസ്ത്രജ്ഞനും കേരള കൃഷി വകുപ്പ് മുൻ ഡയറക്ടറുമായ R. ഹേലിയുടെ നിര്യാണത്തിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ അനുശോചിച്ചു. ആകാശവാണിയിലും ദൂരദർശനിലും നിരവധി കാർഷിക പരിപാടികൾ അവതരിപ്പിച്ച അദ്ദേഹം മലയാളത്തിൽ ഫാം ജേർണലിസത്തിന് തുടക്കമിട്ടതായി മുഖ്യമന്ത്രി അനുസ്മരിച്ചു. കേന്ദ്ര സർക്കാരിന്റെ പുതിയ കാർഷിക നിയമങ്ങൾക്ക് ഹരിയാനയിൽ നിന്നുള്ള കർഷകരുടെ പിന്തുണ. ഭാരതീയ കിസാൻ യൂണിയൻ മാൻ വിഭാഗം സംസ്ഥാന നേതാവ് ഗുനി പ്രകാശിന്റെ നേതൃത്വത്തിലുള്ള സംഘമാണ് ന്യൂഡൽഹിയിൽ കൃഷിമന്ത്രി നരേന്ദ്രസിംഗ് തോമറിനെ സന്ദർശിച്ച് പിന്തുണ അറിയിച്ചത്. കാർഷിക നിയമങ്ങളെ പിന്തുണച്ച് കർഷക നേതാക്കൾ നിവേദനം സമർപ്പിച്ചതായി യോഗത്തിന് ശേഷം മാധ്യമപ്രവർത്തകരോട് സംസാരിച്ച ശ്രീ തോമർ പറഞ്ഞു. ഹരിയാനയിൽ നിന്നുള്ള രണ്ടാമത്തെ കർഷക സംഘമാണ് കാർഷിക നിയമങ്ങൾക്ക് പിന്തുണ നൽകി മന്ത്രിയെ സന്ദർശിച്ചത്. വിവിധ സംസ്ഥാനങ്ങളിൽ അടുത്തിടെ നടന്ന തെരഞ്ഞെടുപ്പിൽ BJP നേടിയ വിജയം സൂചിപ്പിക്കുന്നത് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ നയങ്ങളിലും നേതൃത്വത്തിലും ജനങ്ങൾക്കുള്ള വിശ്വാസമാണെന്ന് കേന്ദ്രമന്ത്രി പ്രകാശ് ജാവ്ദേക്കർ. അസമിൽ BJPക്ക് മികച്ച പ്രകടനം കാഴ്ചവെക്കാനായതിൽ അദ്ദേഹം സന്തുഷ്ടി പ്രകടിപ്പിച്ചു. ജമ്മുകശ്മീരിലെ പൂഞ്ച് ജില്ലയിൽ ചട്ടാപാനി മേഖലയിൽ സുരക്ഷാസേനയും ഭീകരരും തമ്മിൽ ഏറ്റുമുട്ടൽ. മേഖലയിൽ സുരക്ഷാസേന നടത്തിയ തെരച്ചിലിനിടയിലാണ് ഒളിഞ്ഞിരുന്ന ഭീകരർ വെടി ഉതിർത്തതെന്ന് പ്രതിരോധ വക്താവ് അറിയിച്ചു. ഏറ്റുമുട്ടൽ സംബന്ധിച്ച കൂടുതൽ വിവരങ്ങൾ ലഭ്യമായിട്ടില്ല. കാർഗിൽ മുതൽ ശ്രീനഗർ വരെയുള്ള ഹെലികോപ്റ്റർ സേവനത്തിന് ഇന്ന് തുടക്കമായി. ശൈത്യകാലത്ത് മേഖലയിൽ ഗതാഗതം സാധ്യമാക്കാൻ ലക്ഷ്യമിട്ടാണ് സേവനം ഒരുക്കിയിരിക്കുന്നത്. ഉത്സവകാലത്തെ സ്പെഷ്യൽ ട്രെയിനുകൾ ഉൾപ്പെടെ അതിവേഗ തീവണ്ടികൾ മുഴുവൻ റിസർവ്ഡ് തീവണ്ടികൾ ആക്കി മാറ്റാനുള്ള നയത്തിൽ മാറ്റമില്ലെന്ന് റെയിൽവേ മന്ത്രാലയം. അൺറിസർവ്ഡ് ടിക്കറ്റുകൾ അനുവദിക്കുന്നതായി ചില മാധ്യമങ്ങളിൽ വാർത്തകൾ വന്ന പശ്ചാത്തലത്തിലാണ് വിശദീകരണം. ISL ഫുട്ബോളിൽ ഇന്നത്തെ നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡ് ചെന്നൈയിൻ FC മത്സരം ഗോൾ രഹിത സമനിലയിൽ കലാശിച്ചു. ഫാത്തോർദ മൈതാനത്ത് നടക്കുന്ന രണ്ടാം മത്സരത്തിൽ കേരള ബ്ലാസ്റ്റേഴ്സ് ബംഗളൂരു FCയെ നേരിടുകയാണ്. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. പാർലമെന്റ് ആക്രമണത്തെ ചെറുക്കാൻ ജീവത്യാഗം ചെയ്ത ധീര സൈനികർക്കും ഉദ്യോഗസ്ഥർക്കും ശ്രദ്ധാഞ്ജലി അർപ്പിച്ച് രാഷ്ട്ര നേതാക്കൾ. തീവ്രവാദം ജനാധിപത്യത്തിനും വ്യക്തിസ്വാതന്ത്ര്യത്തിനും ആഗോള സാമ്പത്തിക മുന്നേറ്റത്തിനും ഗുരുതര ഭീഷണിയാണെന്ന് ഉപരാഷ്ട്രപതി M. വെങ്കയ്യ നായിഡു. പൊതുബജറ്റിന് മുന്നോടിയായുള്ള ചർച്ചകൾക്ക് ധനമന്ത്രി നിർമ്മല സീതാരാമൻ നാളെ ഡൽഹിയിൽ തുടക്കം കുറിക്കും. രാജ്യത്ത് കോവിഡ് മുക്തി നിരക്ക് 95%. കേരളത്തിൽ ഇന്ന് 4698 പേർക്ക് കോവിഡ് സ്ഥിരീകരിച്ചു. 5258 പേർക്ക് രോഗമുക്തി. കേരളത്തിലെ തദ്ദേശ തെരഞ്ഞെടുപ്പ് അവസാനഘട്ടം നാളെ. 4 ജില്ലകളിൽ വോട്ടെടുപ്പ്. ഒരുക്കങ്ങൾ പൂർത്തിയായി. വാർത്തകൾ കഴിഞ്ഞു. ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം എന്ന യൂട്യൂബ് ചാനലിൽ ലഭ്യമാണ്. കൂടുതൽ വാർത്തകൾക്കായി @AllIndiaRadioNews തിരുവനന്തപുരം എന്ന ഫേസ്ബുക്ക് പേജും @ARnews_TVM എന്ന ട്വിറ്റർ ഹാൻഡിലും സന്ദർശിക്കാം. അടുത്ത വാർത്താ പ്രക്ഷേപണം രാത്രി 9:00.